പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്കെല്ലാം അറിയാം, കിങ് ഡേവിഡിനെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മുടെ ദാവീദിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ നമ്മൾ പറയും ദാവീദിനെ തനിക്ക് ബോധിച്ച പുരുഷനായി ദൈവം കണ്ടു, അല്ലേ? എന്താ ഇതിൻ്റെ അർത്ഥം? ഞാൻ പറയാം. ദാവീദിൻ്റെ സ്വന്തം ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയവുമായിട്ട് അലൈൻഡായിട്ടാണ് ഇരിക്കുന്നത്. ഇന്നൽപ്പം നേരത്തെ ചിന്തിക്കായിട്ട് സങ്കീർത്തനം 73 24, 25, 26 വാക്യങ്ങൾ. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ പേരൻസിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഗ്രോസറി ഷോപ്പിലൊക്കെ പോയിട്ടില്ലേ? എൻ്റെ ഫാദറാണെങ്കിൽ ആപ്പിൾ കടയിലൊക്കെ പോയാൽ പിക്ക് ചെയ്തെടുക്കുന്നതിനകത്ത് ഭയങ്കര സെലക്റ്റീവായിരുന്നു. ഞാൻ എന്നിട്ട് ഓർക്കും, അച്ഛനെ ഇവരൊന്നും പറയുന്നില്ലല്ലോ കടക്കാരെന്നൊക്കെ ഓർത്തിട്ടുള്ള സമയങ്ങളുണ്ട്. കാരണം പുള്ളിക്കാരൻ എപ്പോഴും വലിയ ഹയസ്റ്റ് ക്വാളിറ്റി നോക്കി ഇങ്ങനെ തപ്പിയെടുക്കും. അപ്പോൾ എൻ്റെ അന്നത്തെയൊക്കെ ചെറിയ മനസ്സിലെ വിചാരം എന്നാന്ന് വെച്ചാൽ കടക്കാർക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ലെന്ന്. ഓക്കെ, ഈ വാട്ടർ മെലോണൊക്കെ എടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് കൊട്ടിയൊക്കെ നോക്കും. ഇന്നാണല്ലോ വാട്ടർ മെലോണൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് നമുക്ക് എല്ലായിടത്തും കിട്ടുന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ എല്ലാ കടകളിലൊന്നും ഇത് കാണത്തൊന്നുമില്ല. ഓക്കെ, എനിവേ, ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളർന്നു വന്ന് നമ്മളും നമ്മുടെ ഗ്രോസറീസൊക്കെ മേടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളും എല്ലാമൊക്കെ നോക്കിയേ മേടിക്കത്തുള്ളൂ. നല്ലത് നോക്കി. ഇപ്പോൾ എൻ്റെ വാട്ടർ മെലോൺ ആണെങ്കിലും കണ്ടാൽ അതിനെ ആ ഓൾട്ടുകർ ഒന്ന് പരിശോധിക്കും, എന്നിട്ട് നല്ലതാണെങ്കിലേ നമ്മൾ മേടിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ എക്സ്റ്റേണൽ ഒബ്സർവേഷൻസൊക്കെ നമ്മൾ നടത്തുമല്ലോ, അത് ശരിക്കും ഇൻറ്റേർണൽ ക്വാളിറ്റിയെ റിവീൽ ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു വാട്ടർ മെലോൺ ചിലപ്പം പുറത്തുകൂടെ നോക്കിയാൽ നല്ലതായിട്ടിരിക്കും, അകത്ത് പക്ഷെങ്കിൽ കേട് കാണും. ഒന്നും വേണ്ടല്ലോ, നമ്മുടെ മാങ്ങ മതിയല്ലോ. ഇപ്പോൾ മാങ്ങയുടെ സീസണായി, മാങ്ങ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചില പ്രിയോർ മാങ്ങയൊക്കെ നല്ല പഴുത്ത് മേടിച്ച് നമ്മൾ ചെത്താൻ തുടങ്ങുമ്പോഴായിരിക്കും നല്ല സ്മാർട്ടായിട്ട് ഒന്നീ പുഴുവായിരിക്കും, അല്ലെങ്കിൽ ഒരു കറുത്ത വണ്ട് പോലത്തെ സാധനമൊക്കെ അതിനകത്തുനിന്ന് ഇറങ്ങി വരും. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, മറ്റുള്ള മനുഷ്യരുടെ പുറമേയുള്ള സംഗതികളൊക്കെ കണ്ട്, അതായത് ഈ എക്സ്റ്റേണൽ ഒബ്സർവേഷനൊക്കെ കണ്ടിട്ട് നമുക്ക് ഒന്നും അവരുടെ സ്വഭാവത്തെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനുഷ്യരെല്ലാം എപ്പോഴും അവർ എങ്ങനെയാണെന്നുള്ള അവരെക്കുറിച്ച് തന്നെ ഒരു നല്ല പ്രസൻറ്റബിളായിട്ട് അവരുടെ സംസാരത്തിലും എല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ പ്രാസംഗികരൊക്കെ പറയാറുള്ളത്, ഈ പെന്തക്കോസ്ത് ജീവിതമെന്ന് പറയുന്നത് അനുഭവ ജീവിതമാണ്, അല്ലാണ്ട് അഭിനയ ജീവിതമല്ലെന്ന്. അപ്പോൾ അനുഭവമാണ് ഏറ്റവും ആവശ്യം. നമ്മുടെ ഹൃദയമാണ് റിവീൽ ചെയ്യുന്നത്. എന്തുവാ? നമ്മുടെ ഇന്നർ ക്വാളിറ്റിയെക്കുറിച്ചുള്ള ആ ആഴമേറിയ സത്യം വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ അറിയാം. വചനം പറയുന്നത് എന്തുവാ? അവൻ നമ്മുടെ ഹൃദയ നിരൂപണങ്ങളെ അറിയുന്നു, ദൂരത്തു നിന്നേ അറിയുന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ ദാവീദിനെ നല്ലവണ്ണം മനസ്സിലാക്കിയ ദൈവം പറയുക, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. ഇന്നത്തെ കൾച്ചറിൽ നമ്മൾ പലപ്പോഴും ആൾക്കാരെ വാല്യൂ ചെയ്യുന്നത് അവരെവിടെയാണ് താമസിക്കുന്നത്, അവരെങ്ങനെയാണ്, അവരുടെ ലുക്ക് എങ്ങനെ, അവരുടെ എല്ലാ പുറമേയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നമ്മളങ്ങ് വിലയിരുത്തും. പ്രൈസ് ഗോഡ്. ഒരിക്കലും അങ്ങനെ നമ്മളൊരു വ്യക്തിയെ ജഡ്ജ് ചെയ്യരുതേ. നമ്മൾ അവരെ അടുത്തറിയുമ്പോഴായിരിക്കും ആഴത്തിൽ അവരെക്കുറിച്ചുള്ള പല നല്ല ഗുണങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഇശായി ബാക്കിയുള്ള മക്കളെല്ലാം ശമൂവേലിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. കാരണം ഫ്യൂച്ചർ രാജാവായിട്ട്, ഫ്യൂച്ചർ കിങ്ങായിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കുമെന്ന് തന്നെ ഓർത്തു. പക്ഷേ
ഓരോരുത്തരെയും തള്ളിക്കളഞ്ഞല്ലേ. ദൈവം ഒരു കാര്യം പറഞ്ഞു ശമൂവേലിനോട്, നീ പൊക്കമോ ഉയരവോ നോക്കരുത്. ദൈവം അവരെ തള്ളിയിരിക്കുക. നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങൾ നോക്കി ഒരിക്കലും മനുഷ്യരെ വിലയിരുത്തരുത്. അവരെ നമ്മൾ വിലയുള്ളതായും കാണരുത്. പക്ഷേ ദൈവസന്നിധിയിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വിലയുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അനോയിൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവം ശമൂവേലിനെ കറക്റ്റ് ചെയ്തു, ശമൂവേൽ പ്രവാചകനെ കറക്റ്റ് ചെയ്തു. എന്നിട്ട് അവനോട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്ന് സംസാരിച്ചു, ശമൂവേലിൻ്റെ ഉള്ളിലിരുന്ന് സംസാരിച്ചു, നമുക്കറിയാം. എന്നിട്ട് അവസാനം ദാവീദിനെ ഫ്യൂച്ചർ റൂളറായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രൈസ് ഗോഡ്. We are reminded that the Lord chooses His sons and daughters not based on how they look, how strong they are, how many people they know, or even how much money they make. Alle, Lord chooses us because He loves us and longs for us to understand His heart. His love gives us a salvation that is not earned but given freely, having been paid for by the blood of Christ. ആ രക്ഷയുടെ വില എന്തുവാ? നമ്മൾ വല്ലതും കൊടുത്തിട്ടാണോ? നമ്മളത് എങ്ങനെയാണ് അത് പ്രാപിച്ചത്? എങ്ങനെയാണ് നമ്മളത് ഏൺ ചെയ്തത്? ഫ്രീ ആയിട്ട് അല്ലേ? ആരാ അതിന് വില കൊടുത്തത്? യേശു കർത്താവ്. എന്താ വില കൊടുത്തത്? യേശു കർത്താവിൻ്റെ വിലയേറിയ രക്തം. പ്രൈസ് ഗോഡ്. നമ്മൾ ആരുടെ സ്നേഹമാണ് നമ്മൾ വിലമതിക്കേണ്ടത്? ആരുടെ സ്നേഹമാണ് ഏൺ ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ സ്നേഹം, ലോകത്തിൻ്റെ സ്നേഹമല്ല കേട്ടോ. നമ്മുടെ ഹൃദയം, നമ്മുടെ സമയം, നമ്മുടെ എനർജി, അതെല്ലാം കാണിക്കുന്നത് എന്തുവാ? വാട്ട് വി ട്രൂലി ലവ് ആൻഡ് പെർസീവ്. പ്രൈസ് ഗോഡ്. മക്കളെ, നമ്മളപ്പോൾ ദാവീദിൻ്റെ കഥ വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ദാവീദിനെ സ്നേഹിച്ച ദൈവം നമ്മയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നവരായി ജീവിപ്പാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമുക്ക് നമ്മളെ തന്നെ അതിനു വേണ്ടി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ കൊടുക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ 8th സ്റ്റാൻഡേർഡ് വരെ ആലപ്പുഴ സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റിലാണ് പഠിച്ചത്. ക്ലാസ്സിൽ ഫസ്റ്റ് നല്ല മിടുക്കിയായിട്ടാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്തേക്ക്, എൻ്റെ വീട് കോട്ടയമാണ്, കോട്ടയത്തേക്ക് പോകുന്നു. എൻ്റെ വല്യപ്പച്ചൻ അവിടെ വില്യംകുടിക്കലിലായിരുന്നു, അവിടുത്തെ മാനേജറായിരുന്നു. പിന്നെ എൻ്റെ ഫാദർ അവിടെ വില്യംകുടിക്കലിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആലപ്പിയിലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 9th സ്റ്റാൻഡേർഡിൽ കോട്ടയത്ത് മിസ് ബേക്കറിൽ വന്ന് ചേർന്നപ്പോൾ ആലപ്പുഴ സെൻറ്റ് ജോസഫ്സിലുണ്ടായിരുന്ന പിള്ളേരെ കഴിഞ്ഞും വളരെ വ്യത്യസ്തമായിട്ടുള്ള പിള്ളേരാണ് എല്ലാവരും. കോട്ടയത്തെ പിള്ളേരല്ല, എല്ലാവരും വളരെ സ്മാർട്ടായിട്ടുള്ള, എന്തോ എനിക്ക് ജീവിതം ഒത്തിരി ഹെക്റ്റിക്കായിട്ട് ആ സമയങ്ങളിൽ തോന്നി. പഠിത്തം എനിക്ക് ഒത്തിരി പാടുപോലെ തോന്നി. എനിക്ക് തോന്നി എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ദേ ആർ ഓൾ മൂവിങ് ഫാസ്റ്റർ ദാൻ ഐ വാസ്. ആ സമയത്ത് ഞാനങ്ങ് ഒത്തിരി സ്ട്രെസ്ഡ് ആയിരുന്നു, ആങ്ഷ്യസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര വെപ്രാളം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഐ ഡിഡ്ന്റ് നോ ഹൗ ടു കോപ്പ്. അങ്ങനെ ഒരു സമയം എനിക്ക് വന്നു. പക്ഷേങ്കിൽ ഞാൻ തന്നെ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ സ്ട്രെസ്ഡ്? എന്തുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് അഗൻസ്റ്റാണെന്ന് ഞാൻ തോന്നുന്നത്? മറ്റേത് എൻ്റെ ഫാദറും മദറും ഞങ്ങൾ 3 മക്കളും കൂടി ഒരുമിച്ചായിരുന്നു. ഫാദർ അവിടെ ലോഡ്ജിൽ നിന്നിട്ടാണ് അമ്മയും പിള്ളേരെയും കൂടി ഇങ്ങോട്ട് വിട്ടത്. കാരണം വലിയപ്പച്ചനും വലിയമ്മച്ചിയും മരിച്ചു. പിന്നെ ഇവിടെ നമ്മൾ വീട് ഒക്കെ ഒന്ന് ഓക്യുപ്പൈ ചെയ്യണമായിരുന്നു. ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് ഒരിക്കലും ഒരു ലക്ഷറിയുടെയും കോൺസ്റ്റൻ്റായിട്ടുള്ള ഹാപ്പിനെസ്സിൻ്റെയും ലൈഫൊന്നും അല്ല തരുന്നത്. അന്നും എൻ്റെ അമ്മ ഒരു നല്ല പ്രാർത്ഥനക്കാരിയായിരുന്നുണ്ട്. ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തന്നെ മനസ്സിലായി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളൊക്കെ പല വിധത്തിലുള്ള ഡിഫിക്കൽട്ടീസ് നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേങ്കിൽ നമ്മൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ആണെങ്കിൽ ഞാൻ പറയും, ആസ് ബിലീവേഴ്സ്, വാട്ട് ഡു വി ഡു വെൻ ലൈഫ് ഗെറ്റ്സ് ഹാർഡ് എന്ന് പറഞ്ഞേ. നമുക്ക് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും സംഭവങ്ങൾ അറിയാം. വെൽ നോൺ സ്റ്റോറിയാണ് ബൈബിളിൽ. അത് പറഞ്ഞൊന്നും ഞാനിവിടെ സമയം എടുക്കുന്നുമില്ല. പക്ഷെങ്കിൽ ആ വ്യക്തിയെ തോൽപ്പിപ്പാൻ, മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ യേശുവിൻ്റെ സർവശക്തനായ ആ ദൈവത്തിൻ്റെ നാമത്തിൽ കടന്നു ചെന്ന് തോൽപ്പിക്കുവാൻ തക്കവണ്ണം ദാവീദിന് കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട്, ഇന്നേ ദിവസം ദൈവം
നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും. ദിസ് ഡേ ദ ലോർഡ് വിൽ ഡെലിവർ യു ഇൻ മൈ ഹാൻഡ്സ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചു ജയത്തിന് വേണ്ടി. അങ്ങനെ അവൻ ജയം നേടുവാൻ കഴിഞ്ഞു. അല്ലേ? സ്തോത്രം. നമ്മുടെ ദൈവം വിശ്വസ്തന, നമ്മുടെ ദൈവം നല്ലവനാ ദൈവമക്കളെ. റോമാലേഖനം 11:36 ഇങ്ങനെയാണ് പറയുന്നത്, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം. ആമേൻ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും ദൈവം നമ്മുടെ പ്രൊവൈഡറാ, ദൈവം നമ്മുടെ ഡെലിവററാ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് സമാധാനത്തോടെ, ശക്തിയോടെ, ജ്ഞാനത്തോടെ ജീവിപ്പാൻ ആവശ്യമാകുന്ന സ്വർഗീയ കൃപ നമുക്ക് ഓരോരുത്തരുടെയും മേൽ ദൈവം പകർന്നു തരട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഒന്നിനെക്കുറിച്ചും ആൻഷ്യസ് ആകാതെ, വിചാരപ്പെടാതെ, സ്ട്രെസ്ഡ് ആകാതെ യേശുവിൻ്റെ നാമത്തെ ആശ്രയിപ്പാൻ, ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണം. ജയകരമായ ജീവിതം നയിപ്പാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.